സൈക്കോ കള്ളനും ഭാര്യ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ചുണ്ടെങ്കിൽ സിനിമയിലൊക്കെ കാണിക്കുന്ന രീതിയിലായിരുന്നു ആ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരുന്നത്. ഇവരൊരു കാട്ടിലൊക്കെ പോയിട്ട് ഇതേ കണക്ക് താനൊക്കെ ഇപ്പോൾ കാട്ടിലാണ് താമസിക്കുന്നത്, വേറെ എവിടെയും പോകാൻ പറ്റുന്നില്ല, പൈസ എങ്ങും ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇനി അവളുടെ വീട്ടിലേക്ക് അവളെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ശരിയാവത്തില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവന് സൈക്കോ കള്ള ഒറ്റയ്ക്കാവും എന്നുള്ള പേടി കാരണം കൊണ്ട് ഈ ഭാര്യ പോകാതിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കത്തിയെടുത്ത് കാണിക്കുന്നുണ്ട്. ഇതേ കണക്ക് ഉണ്ടെങ്കിൽ അവൾ ഇതേ കണക്ക് ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചായിരുന്നു. ആ സമയത്ത് ഞാനാണ് രക്ഷിച്ചത്. എന്നിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും ആൾക്കാരുടെ അടുത്ത് പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞാണ് ഇതേ കണക്ക് സൈക്കോ കള്ളനൊക്കെ പറയുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് മെച്യൂരിറ്റി ഒന്നും ആവാതെ ഇതേ കണക്ക് ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാനേ നിൽക്കരുത്. അതിൽ നിന്ന് വരുന്നൊരു പ്രശ്നമാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തടത്തോളം കാലം നിങ്ങളൊരു ആളെ സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ ഒരാളെ വിവാഹം കഴിക്കുന്നതോ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ജനിപ്പിക്കുന്നതോ അങ്ങനത്തുള്ള ഒരു ഐഡിയയും വെക്കാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഉണ്ടാകുന്ന ആ കുടുംബത്തിലുള്ളവർക്കും കൂടാണ് അത് ബാധിക്കുന്നത്. നിങ്ങളൊരു ഫിനാൻഷ്യലി നല്ലൊരു സ്റ്റേബിൾ ആവുക, നല്ല രീതിയിലുണ്ടെങ്കിൽ ഒരു, ഞാൻ പറയുന്നത് ഭയങ്കര വലിയ കോടീശ്വരനോ അങ്ങനത്തുള്ള രീതിയിലാവണമെന്നല്ല പറയുന്നത്, നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു മാസം നല്ലൊരു വരുമാനം വരുന്ന രീതിയിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് ഉണ്ടാവണം, അതുണ്ടെങ്കിൽ വീട്ടുകാർക്ക് നല്ല സ്റ്റേബിളായിട്ട് പൈസ കൊടുക്കാൻ കഴിയണം. അങ്ങനത്തെ ഉള്ളൊരു ജോലി ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ ഇത് കണക്ക് പ്രേമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെണ്ണെ വിളിച്ചിറക്കിക്കൊണ്ട് വരുന്നോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുക, എന്നിട്ട് കുട്ടികളാവുക. അതിന് മുമ്പ് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഒന്നുമില്ലാതെ ഇത് കണക്ക് റോഡിൽ വന്ന് നിൽക്കേണ്ട അവസ്ഥയാണ്. ഇവരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും അവരുടെ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുണ്ടെങ്കിൽ ഒരു പ്രായപൂർത്തിയായെന്ന് വെച്ചാൽ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് പോകുന്നതിന് പകരം കുറച്ച് നാളുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക, മെച്യൂർ ആയെന്നുള്ള രീതിയിൽ ഉറപ്പാകുമ്പോൾ മാത്രം കല്യാണം കഴിക്കുക.